നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവിനെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടായിരിക്കും. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു പബ്ലിക് ഇവന്റിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് സ്റ്റേജിൽ കയറി നിന്ന് വലിയൊരു പ്രസംഗം അങ്ങ് കാഴ്ചവെക്കും. ഈ പ്രസംഗത്തിൽ വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ വായി തോന്നിയ പൊട്ടത്തരം അങ്ങ് വിളിച്ചു പറയും. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിഭാഗത്തെ മൊത്തത്തിൽ ഉയർത്തി കാണിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് തോന്നും. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ളവരെ അടച്ചാക്ഷേപിച്ച് മറ്റുള്ളവരെ തരം താഴ്ത്തിയാണ് അദ്ദേഹം മിക്കപ്പോഴും സംസാരിക്കാറുള്ളത്. ഇപ്പൊ പിന്നെയും അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം നല്ല രീതിയിൽ എയറിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് വൈറലാകുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഒരു സ്ഥലത്ത് ചെന്ന് ആ സ്ഥലത്ത് കൂടുതലായിട്ടുള്ള മതവിഭാഗത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് അവരെന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നു, അവരെന്തൊക്കെയോ മഹാപാപം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വിഭാഗത്തെ അടിച്ചു താഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് വേർതിരിച്ച് വല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ആ പ്രസംഗം കാഴ്ചവെച്ചത്. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ കുറേ പരാതികൾ ചെന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും എന്താണ് സംഭവം, എന്താണ് ആ പ്രസംഗം എന്നൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. മലപ്പുറത്തെക്കുറിച്ചുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിൽ വിവാദവും ഉയർന്നു കഴിഞ്ഞു. മലപ്പുറം പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. സമുദായാംഗങ്ങൾ സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാൻ കഴിയാതെ ഭയന്നാണ് അവിടെ കഴിയുന്നത്. ഇതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? പ്രസംഗത്തിലെ പ്രസക്ത ഭാഗത്തിലേക്കാണ് ആദ്യം. നിങ്ങളുടെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം. നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. കഷ്ടം തന്നെ. വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് അടച്ചാക്ഷേപിച്ചത് മലപ്പുറത്തുള്ള മുസ്ലിം വിഭാഗത്തെയാണ്. മുസ്ലിം മതവിഭാഗത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് അവരെന്തോ വലിയ തെറ്റുകാരാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. പുള്ളിക്കാരൻ എന്തുദ്ദേശിച്ചാണ്? അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ആരെ പറ്റിയാണെന്ന് അറിയാമോ? ശ്രീനാരായണ ഗുരുദേവനെ പറ്റി. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മനുഷ്യരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്നവരാണ് എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ പൂജിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവര്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്നു എന്നാണ് പറയുന്നത്. ഇതാണോ പാത പിന്തുടരുക എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു വെച്ചതിനെ പോലും അപമാനിക്കുകയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹത്തിന് ഇത്രയും പ്രായമുണ്ട്, വലിയൊരു നേതാവാണെന്നാണ് പറയുന്നത്. ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന നേതാവാണെന്ന് ഇദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുകയാണ്. എന്നിട്ട് ആ വിഭാഗത്തെ മൊത്തത്തിലല്ലേ ഇദ്ദേഹം നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? കാലം ഇത്രയായിട്ടും ഈ രീതിയിലുള്ള ചിന്താഗതി മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വിവേചനം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതി പറഞ്ഞ്, മതം പറഞ്ഞ് ആവശ്യത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, അതികൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നു, ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കുന്നു, ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനം കാണിക്കുന്നു, പരസ്പരം അടച്ചാക്ഷേപിക്കുന്നു. എന്തൊരു ലോകമാണിത്! പറയുന്നതൊക്കെ കേട്ടില്ലേ? അവിടെയുള്ള ആൾക്കാര് ബാക്കിയുള്ളവരെ കൊങ്ങയ്ക്ക് എന്ന് പിടിച്ച രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വിഭാഗത്തെ മൊത്തത്തിൽ അവർ അടിച്ചമർത്തുന്നു പോലും. നമ്മൾ മലപ്പുറത്തൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല, വലിയ വാർത്തകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എല്ലാ ജില്ലകളിലും ഉള്ളതുപോലെയുള്ള പ്രശ്നം മലപ്പുറം ജില്ലയിലും ഉണ്ട്. പക്ഷേ അവിടെ കൂടുതൽ മുസ്ലിം വിഭാഗങ്ങളാണ് താമസിക്കുന്നത് എങ്കിൽ പോലും അവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെയാണ് താമസിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തോടുകൂടിയാണ് താമസിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്നിട്ട് ആ സ്ഥലത്തുള്ള ആൾക്കാരെ ഇങ്ങനെ വിഭജിക്കുന്നത് ശരിയല്ല. അവരുടെ മനസ്സിൽ ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കുത്തി നിറയ്ക്കുന്നത് ഒട്ടും ശരിയല്ല. തീർന്നിട്ടില്ല, ബാക്കിയും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. ഈഴവ സമുദായത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി പ്രസംഗത്തിൽ പരാമർശിച്ചു. വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം ഈഴവ സമുദായത്തിലുള്ളവർ മാറുന്ന സ്ഥിതിയാണ് മലപ്പുറത്തുള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സ്വാതന്ത്ര്യം കിട്ടി ഇത്രനാളായിട്ടും അതിന്റെ ഗുണഫലത്തിന്റെ ഒരംശം പോലും മലപ്പുറത്തെ പിന്നോക്ക വിഭാഗക്കാർക്ക് ലഭിച്ചിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയും. അതുകൂടി ഒന്ന് കേൾക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക്
മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെ ഒരു കുടിപ്പള്ളി കൂടെ പോലും കൊടുക്കാറില്ല. കോളേജുണ്ട് അവിടെ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, എന്തുണ്ട് മലപ്പുറത്ത്? നമുക്ക് തൊഴിലുറപ്പുണ്ടായില്ല, അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്. ബാക്കി എന്തിനാണ് നമുക്ക് പ്രാതിനിധ്യം? എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. വോട്ട് കുത്തി എന്താണ് മറ്റുള്ളവരെ. ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗത്തെയും വോട്ട് ചെയ്യാനുള്ള യന്ത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വിഭാഗത്തെ മാത്രമല്ല, എല്ലാ വിഭാഗത്തെയും അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ഈ സ്റ്റേജിൽ കയറി ഇത്തരം പ്രസംഗം നടത്തിയത് എന്തിനാണ്? അവിടെയുള്ള ഇദ്ദേഹത്തിന്റെ വിഭാഗത്തിന്, ഇപ്പൊ ഈഴവ വിഭാഗത്തിന്റെ മനസ്സിലേക്ക് ഒരു വിഭജനം കുത്തി നിറയ്ക്കണം, ഒരു വേർതിരിവ് കുത്തി നിറയ്ക്കണം. അങ്ങനെ വേർതിരിച്ച് ഭരിക്കുകയല്ലേ താങ്കളും ചെയ്യുന്നത്? താങ്കളും അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. സ്റ്റേജിൽ കയറി നിന്ന് നമ്മുടെ വായിൽ നിന്ന് എന്ത് വരുന്നു? പബ്ലിക്കിന്റെ മുമ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇത്രയും മീഡിയ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം ആൾക്കാരെ നോട്ട് ചെയ്യും, ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കും. ചിന്തിക്കാൻ ശേഷിയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് മറ്റുള്ളവരെ അടിച്ചാക്ഷേപിച്ച്, മറ്റുള്ളവരെ അടിച്ചമർത്തി, അവരെല്ലാവരും മോശക്കാരാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നതിലൂടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതും നേട്ടം തന്നെയാണ്. മലപ്പുറത്ത് പോയി നിന്നിട്ട് മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെല്ലാം തെറ്റുകാരാണ്, അവരെല്ലാവരും മോശക്കാരാണ്, അവർ മറ്റു ജാതിയിലും മറ്റു മതത്തിലുമുള്ള ആൾക്കാരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നു, അവർക്ക് സംസാരിക്കാൻ സ്പേസ് കൊടുക്കുന്നില്ല, അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുന്നില്ല, അവർക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അൾട്ടിമേറ്റ്ലി ഇദ്ദേഹവും നേട്ടം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ അദ്ദേഹം ഇങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത്? ജനങ്ങളുടെ നന്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു നേതാവും ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തത്തില്ല, വാക്കുകൾ ഉപയോഗിക്കത്തില്ല. നല്ല നേതാക്കന്മാരൊക്കെ തന്നെ അങ്ങനെയാണ്. ഒരുപാട് മഹാന്മാർ ജീവിച്ചിരുന്ന നാടാണ്. ആ മഹാന്മാരുടെയും കൂടി പേര് നശിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. സത്യം, ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞു പഠിപ്പിച്ചത്? അദ്ദേഹത്തെ പൂജിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ പിറന്നാളൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതേ പാതയിൽ പോകുന്നവരാണ് ഞങ്ങളെന്നാണ് ഇവരെ സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ്? ആ മനുഷ്യൻ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ 1% ഇവർ പാലിക്കുന്നുണ്ടോ? ഇല്ല, പാലിക്കുന്നില്ല. ആ മനുഷ്യന്റെ ഫോളോവേഴ്സ് ആണെന്ന് പറയുന്നു, പക്ഷെ എന്താണ് ഇവർ പാലിച്ചുകൊണ്ടിരിക്കുന്നത്? അതേപോലെ ബാക്കി എല്ലാ വിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാ വിഭാഗങ്ങളും ആരുടെയൊക്കെയോ ഫോളോവേഴ്സ് ആണ്, ആരുടെയൊക്കെയോ പാത പിന്തുടരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ മഹാന്മാരൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് അവര് നമുക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത 1% കാര്യങ്ങൾ പോലും നമ്മൾ അനുസരിക്കുന്നില്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല. പേരിന് വേണ്ടിയിട്ട് അവരെയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നു. അതാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് നേട്ടത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ തരം താഴ്ത്തുക, മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കുക, അധിക്ഷേപിക്കുക വളരെ മോശമാണ്. ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാനും ആർക്കും അവകാശമില്ല. നമ്മളെക്കുറിച്ച് കാര്യങ്ങൾ പറയാം, വിമർശിക്കാം, പക്ഷെ അടച്ചാക്ഷേപിക്കാനോ മോശക്കാരായിട്ട് ചിത്രീകരിക്കാനോ അവരെന്തോ വലിയ മഹാപാപം ചെയ്യുന്നവരാണ് എന്ന് പറയാനോ ആർക്കും അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഏത് നേതാവാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അയാൾക്കെതിരെ കേസെടുക്കണം.